പത്തനാപുരത്തും കൊട്ടാരക്കരയിലും ഇപ്പോൾ ചർച്ച ആരാണ് ഈ പരേതൻ എന്ന കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചാമക്കാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിലെ തലക്കെട്ടാണ് ആരാണ് ഈ പരേതൻ. ചാമക്കാലയുടെ കുറിപ്പൊന്ന് കേൾക്കാം. പത്തനാപുരം കമുകഞ്ചേരി നെട്ടയത്ത് ബിജുവിൻ്റെ അകാല വിയോഗ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടത്. ഇന്തോനേഷ്യയിൽ വ്യവസായിയായിരുന്നു 49-കാരനായ ബിജു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഞ്ചയന ക്ഷണക്കത്ത് കണ്ടപ്പോൾ ദുഃഖം ഞെട്ടലിന് വഴിമാറി. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ സഹോദരനാണത്രേ പരേതൻ. എന്നാൽ മലയാള മനോരമ പത്രത്തിൽ വന്ന ബിജുവിൻ്റെ ചരമവാർത്തയിൽ അങ്ങനെയൊരു സഹോദരിയോ ഭർത്താവോ ഉള്ളതായി പറയുന്നില്ല. മാത്രവുമല്ല, എൻ്റെ അറിവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോൻ പാലക്കാട് സ്വദേശിനിയാണ്. പത്തനാപുരംകാരൻ ഗോപിനാഥൻ പിള്ളയുടെ മകൾ എങ്ങനെ പാലക്കാടുകാരി ബിന്ദു മേനോനാകുമെന്നതും കൺഫ്യൂഷൻ. ചിലപ്പോൾ ബിജുവിൻ്റെ മാനസ സഹോദരി ആയിരിക്കാം ബിന്ദു മേനോൻ. എന്തായാലും മാനസ അളിയനോടുള്ള മാനസിക അടുപ്പം മൂലമായിരിക്കണം മന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഇന്തോനേഷ്യയ്ക്ക് വിമാനം കയറിയത്. ഒരു മന്ത്രിയല്ല, പല മന്ത്രിയും മരുമക്കളുമൊക്കെ പരേതൻ വ്യവസായം നടത്തിവന്ന് ഇന്തോനേഷ്യയിൽ അന്ന് പോയിരുന്നു എന്നതും ഇത്തരണത്തിൽ പ്രസ്താവിക്കട്ടെ. ബിജുവിൻ്റെ നിര്യാണത്തിൽ മന്ത്രി അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഓം ശാന്തി. മറ്റൊരു കാര്യം, ബിജു മരണപ്പെട്ട ദിവസം തന്നെയാണ് തൊട്ടടുത്ത കുന്നിക്കോട് സ്വദേശിയായ ഷാഹുൽ ഹമീദ് റിയാദിൽ മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് നാട്ടിലെത്തിച്ച് കബറടക്കിയത്. മന്ത്രി ഈ നിമിഷം വരെ അറിഞ്ഞതായി പോലും നടിച്ചിട്ടില്ല. ഷാഹുൽ ഹമീദ് വ്യവസായിയൊന്നുമല്ലല്ലോ, വാൽകഷ്ണം. ചേക്കിലെ മാധവൻ മീശ പിരിച്ചാൽ എന്നതുപോലെയാണ് ഇവിടെ ചിലർ. തോളത്ത് കൈയിട്ടാൽ പിന്നെ ബാക്കിയുണ്ടാകില്ല. അത് നടിയുടെ സ്വത്തായാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനമായാലും. സദാനന്ദപുരത്തുകാരും കമുകഞ്ചേരിക്കാരും ജാഗ്രതയായി. ഈ കുറിപ്പും മനോരമയിലെ ചരമ അറിയിപ്പും കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു സംശയം, ആകെ ഒരു ദുരൂഹത. ചാമക്കാലയുടെ കുറിപ്പ് കണ്ടപ്പോൾ മുതൽ ഞാനും ചിലരോടൊക്കെ അന്വേഷിച്ചു. അവർക്കാർക്കും ഇങ്ങനെ ഒരു പെങ്ങളെയോ അളിയനെയോ അറിയില്ല. അങ്ങ് പാലക്കാടും അന്വേഷിച്ചു. അവർക്കും ഇങ്ങനെയൊരു ആങ്ങളെയോ അച്ഛനെയോ അമ്മയോ അറിയില്ല. പിന്നെ ആർക്കറിയാം? അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. പല ചരമ വാർത്തകളും എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത എഴുതിയിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കാണുന്നതും വായിക്കുന്നതും. സമ്മർ ഇൻ ബത്ലഹേമിൽ ജയറാം ചിത്രത്തിലെ പാട്ടുപോലെ കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ആ കൺഫ്യൂഷൻ തീർക്കുന്നത് ആരാ? മന്ത്രി ഗണേഷ് കുമാർ തന്നെ ആ കൺഫ്യൂഷൻ തീർക്കണം.